രുദ്രൻ എത്തിയോ? എന്താ ജബ്ബാർ ഒന്നും മിണ്ടാത്തെ? അവനിപ്പോ വരും. രുദ്രണ്ണ ഫോൺ ചെയ്ത് മടുത്ത് കഴിഞ്ഞപ്പം ആള് നേരിട്ടിങ്ങെത്തി. വന്നണ്ണ, ആ പ്രൊഫസർ വന്നണ്ണ. ഇനിയിപ്പോ അവരോട് നടന്നതൊക്കെ നടന്നതുപോലെ പറയണ്ണ. അതാ ബുദ്ധി. എങ്ങനെ പറയും? അവരെങ്ങനെ ഈ സത്യം ഉൾക്കൊള്ളും? തവണ മൊബൈലിൽ വിളിച്ചു ഞാൻ. ഒന്ന് അറ്റൻഡെങ്കിലും ചെയ്യാമായിരുന്നു. അറ്റൻഡ് ചെയ്യായിരുന്നപ്പോ തന്നെ ഉത്തരം കിട്ടിക്കാണുമല്ലോ. ഒന്നൊരിടത്തേക്ക് വിവരം തിരക്കി. അവർക്കും ഒന്നും അറിയില്ല. പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം എത്തിയിട്ടില്ല. ഇപ്പൊ രുദ്രൻ എന്തു പറയുന്നു? അയാളെ കുറിച്ച് നെഗറ്റീവായി സംസാരിച്ചപ്പോഴൊക്കെ ന്യായീകരണമായിരുന്നല്ലോ. അതിനിയെങ്കിലും അവസാനിപ്പിക്കാറായോ? സത്യമില്ലാത്ത മനുഷ്യനാണ് ജിതൻ എന്ന് ബോധ്യായോ? ഇനി ശാലിനിയെ തിരികെ കിട്ടുമെന്ന് തന്നെ സംശയമാണ് രുദ്ര. അയാൾ അവളോട് കാട്ടിയ സ്നേഹമൊക്കെ കപടമായിരുന്നു. ശാലിനിയുടെ അമ്മയായ ഡയാനയെ അയാൾ എങ്ങനെ ട്രാപ്പിലാക്കിയോ അതുപോലെ കൃത്യമായ കെണി ഒരുക്കിയിട്ട് അവളുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു അയാൾ. അങ്ങനെ ഒരു ചതി നടന്നിട്ടുണ്ടെങ്കിൽ ജിതൻ എന്ന മനുഷ്യൻ അയാൾ എത്ര വലിയവനായാലും ശരി, ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് ഒളിച്ചാലും ശരി, കണ്ടെത്തി കൊന്നിരിക്കും. മൃഗീയമായി തന്നെ. അപ്പോഴും നമുക്ക് നമ്മുടെ ശാലിനിയെ തിരികെ കിട്ടൂ രുദ്ര. അവളെ കാണാൻ കഴിയൂ. സ്വന്തം മോളെ ഏതെങ്കിലും തന്തമാര് അപായപ്പെടുത്താൻ ശ്രമിക്കോ? സ്വന്തം പ്രശസ്തിക്ക് മങ്ങലേൽക്കുമെന്ന്, ശാലിനി എന്നും ഒരു ബാധ്യതയാകുമെന്ന് ചിന്തിക്കുന്ന അച്ഛന്മാര് ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും. അങ്ങനെ ഒരു അച്ഛനായാള് സ്വന്തം നേട്ടങ്ങൾക്കും നിലനിൽപ്പിനുമായി എന്തും ചെയ്യുന്ന സ്വഭാവത്തിനുടമ. ഉറക്കമില്ലായിരുന്നു ഇത്രയും ദിവസം. ഇനി അങ്ങോട്ടും അത് തന്നെ അവസ്ഥ. എന്നാലും രുദ്ര ജയിലിൽ നിന്നിറങ്ങിയപ്പോ രുദ്രന് അവളെ സ്വന്തം കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. അവരെ അരികെ തിരുത്താൻ കഴിഞ്ഞില്ലല്ലോ. ആ എഴുത്തുകാരനെ ഇപ്പോഴെന്റെ കൈ കിട്ടിയിരുന്നെങ്കിലേ പിന്നെ ഒരു വരി പോലും അയാൾ എഴുതത്തില്ലായിരുന്നു. മാറി. അയാൾ ഇനി എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു വച്ച, അല്ലെങ്കിൽ പിന്നെ അയാൾ എന്തിനിങ്ങനെ മറിഞ്ഞിരിക്കണം? ആർക്കും ഒരു വിവരം തരാതെ അയാൾ എന്തിനെ അകന്ന് മാറി നിൽക്കണം? എന്റെ കാര്യം പോട്ടെ, രുദ്രൻ ശാലിനിയുടെ ഭർത്താവാ. അപ്പോ ആ കുട്ടിക്ക് അവന്റെ ഭാര്യയെ കാണാനുള്ള അവസരമെങ്കിലും അയാൾ ഒരുക്കണ്ടേ? ആ മഹാപാപി അതിനെങ്കിലും മനസ്സ് കാട്ടണ്ടേ? ശാലിനി മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് നമുക്ക് കേസ് കൊടുക്കാൻ കഴിയില്ല. അത് പല രഹസ്യങ്ങളും പുറത്തു വരാനേ ഉപകരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അയാൾ വീണ്ടും വിജയിക്കും. പ്രശസ്തി തലയ്ക്ക് പിടിച്ച് മാന്യനായ എഴുത്തുകാരൻ സ്വന്തം നിലനിൽപ്പിനും യശസ്സിനും വേണ്ടി ശാലിനിയെ എന്നേക്കുമായി തുടച്ചു നീക്കും. അതിര് വിട്ട അത്തരം ചിന്തകള് മോടെ മനസ്സിന്റെ സമനില തെറ്റിക്കും. മോടെ ആരോഗ്യത്തെ അത് ബാധിക്കും.
സ്വന്തം കുഞ്ഞിന് അപകടം ഉണ്ടാവുന്ന ഉറച്ചു വിശ്വസിക്കുന്ന അമ്മയാ ആരോഗ്യത്തിനെയും ആയുസിനെയും കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ നാളെ ശ്വാസം നിലച്ചു വീണാലും എന്റെ കുട്ടികൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാ. ഒന്നുമില്ലാതെ പോയത് അവൾക്ക് മാത്രം, എന്റെ ശാലിനിക്ക് മാത്രം. മകൾ അമ്മയെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ. മകൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഒരമ്മ എന്ന നിലയിൽ കൊടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. കടങ്ങൾ വീട്ടാൻ എനിക്ക് തിരികെ വേണോ എന്റെ മോളെ? അവളെ തെരുവിലെറിഞ്ഞ് ഇപ്പൊ അർഹതയില്ലാത്ത ഒരുത്തിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് അച്ഛൻ തന്നെ അവളെ തിരികെ കൊണ്ടു തരണം. തന്നേ മതിയാവും. ജിതൻ ഒരിക്കലും ശാലിനിയെ കൊല്ലാൻ കൊണ്ടുപോയതായിരിക്കില്ല. ശാലിനിയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ തന്നെ ആവും അയാളുടെ തീരുമാനം. എന്താ ഉറപ്പ്? അയാൾക്ക് സ്വന്തം കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് സാർ? നശിപ്പിക്കാതിരുന്നിട്ട് എന്ത് കിട്ടാനാണ്? ശാലിനിയെ പോലൊരു മകളുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ അച്ഛനെ അവൾ നഷ്ടപ്പെടരുതെന്ന് അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായിരിക്കും സാർ. അതുകൊണ്ട് തന്നെയാണ് നോവലിന്റെ അവസാന താളുകളിൽ അയാൾ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചിട്ട് സ്വയം വില്ലനാകാൻ ശ്രമിച്ചത്. അല്ല, അയാൾ അത് വ്യക്തമാക്കിയതുമാണ്. കാലാവസ്ഥക്കനുസരിച്ച് നിറം മാറുന്ന ഓന്തിന്റെ ജനസിൽപ്പെട്ട ഒരു ജീവിയാണവൻ. യുദ്ധത്തിന് അവസരമുണ്ടാക്കിയിട്ട് സ്വന്തം ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുന്നതിന് മുമ്പ് ഓടി ഒളിക്കുന്നവൻ. പിന്നീട് അവൻ ഉണ്ടാക്കിയ യുദ്ധക്കെടുതിയിലെ നീറിത്തീരുന്ന ജന്മങ്ങളെക്കുറിച്ച് കഥകൾ എഴുതി രസിക്കുന്നവൻ. ഇപ്പോഴും അവന്റെ പുതിയ സൃഷ്ടി തുടങ്ങി കാണും. അതിലവൻ ജയന്തിയെ ചിത്രീകരിക്കുന്നത് മെന്റൽ പേഷ്യന്റ് ആയിട്ടായിരിക്കും. മകളെ തിരിച്ചറിഞ്ഞ അമ്മ മകളെ കാണാൻ കഴിയാതെ ഭ്രാന്തിയാകുന്ന കഥ. ആൾക്കാരുടെ അഭിരുചിക്കനുസരിച്ചിട്ട് ചിട്ടപ്പെടുത്തും ആ തെമ്മാടി. സാറും ജയന്തിയെ പോലെ സ്ഥിരതയില്ലാതെ പെരുമാറരുത്. പിച്ചും പേയും പറയരുതേ. പിച്ചും പേയുമാണോടോ ഞാൻ പറയുന്നതൊക്കെ? പിച്ചും പേയുമാണോടോ? മനുഷ്യനെ കോമാളിയാക്കി രസിക്കുന്നവന് മുൾക്കിരീടം കൊടുക്കാതെ ഭൂമിയിൽ സ്വർഗമൊരുക്കുന്ന കുറെ ദൈവങ്ങൾ. എങ്ങോട്ടാ മഹേഷ് ആ കുടുംബത്തിന്റെ പോക്ക്? എല്ലാവർക്കും താളം തെറ്റി. അത് വലിയൊരു തകർച്ചയുടെ തുടക്കമാണോ എന്ന് സംശയമുണ്ട് എനിക്ക്.